അല്ല, ഞാൻ എന്തും പറയാനല്ല. ഞാൻ വളരെ കൃത്യമായി എൻ്റെ പാർട്ടിയും എൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റും കേരളത്തിൽ പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടും വർഗീയതയ്ക്കെതിരായുമായും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഇന്നത്തെ സഭയുടെ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ്. ഇന്നത്തെ ചർച്ചയിലെ അടിയന്തര പ്രമേയത്തിലെ പ്രശ്നം PR വർക്കും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതും മലപ്പുറം ജില്ലയുമായിരുന്നില്ല. പ്രമേയ അവതാരകൻ തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചർച്ചയിലെ വിഷയം ADGP RSS നേതാവിനെ കണ്ടതായിരുന്നു. കണ്ടത് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് എന്ന് പറയുന്നു. ആ 1.5 വർഷം മുമ്പ് കണ്ടതിന് എന്നാണ് പ്രതിപക്ഷ നേതാവ് പരാതി കൊടുത്തത്. പ്രതിപക്ഷ നേതാവ് പറയാൻ ശ്രമിച്ചത് അങ്ങനെ RSS നേതാവിനെ ADGP അജിത് കുമാർ കണ്ടത് തൃശ്ശൂരിലെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായിട്ടാണ് അജിത് കുമാർ പങ്കെടുത്തത് എന്നാണ്. അതിൽ വസ്തുതയുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു റിസൾട്ട് വന്നു. 86,000 വോട്ട് UDFൻ്റെ അവിടെ നഷ്ടപ്പെട്ടു. LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 16,000-ൽ പരം വോട്ട് ലഭിക്കുകയും ചെയ്തു. BJP അവിടെ വിജയിച്ചു. BJP വിജയിച്ചതിനെ ഗൗരവമായിട്ട് കാണുന്നു. എന്നാൽ അത്തരമൊരു വിജയത്തിലേക്ക് നയിച്ചത് ഇടതുപക്ഷമല്ല, UDFൻ്റെ വോട്ടിലുണ്ടായിട്ടുള്ള കുറവാണ് എന്ന് കൃത്യമായി മനസ്സിലായി. കേരളത്തിൽ ഇന്നേ വരെ ഇടതുപക്ഷം ഒരിക്കലും ഉദ്യോഗസ്ഥരെ, ഏത് വിഭാഗം ഉദ്യോഗസ്ഥരായാലും അവരെ രാഷ്ട്രീയ ദൗത്യത്തിന് ഉപയോഗിച്ച ചരിത്രമില്ല. ഉപയോഗിച്ച ചരിത്രവും പാരമ്പര്യവും ഉള്ളത് കോൺഗ്രസിനാണ് എന്ന് തെളിവുകളുടെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ ഇന്ന് കൃത്യമായി ചർച്ചയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടു. എല്ലാ കാലത്തും ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ദൗത്യത്തിന് പറഞ്ഞയച്ച പാരമ്പര്യമുള്ളവർക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കണ്ടാൽ അത് തങ്ങളുടേതുപോലെ രാഷ്ട്രീയമായ ഉദ്ദേശത്തിനാണോ എന്ന് സംശയം തോന്നുക സ്വാഭാവികമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ നേതൃത്വം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു, CPIMൻ്റെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമായ ദൗത്യത്തിന് ഒരു ഉദ്യോഗസ്ഥനെയും ചുമതലപ്പെടുത്തേണ്ട ഗതികേടില്ല, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഈ കാര്യത്തിലും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല എന്നത് കൃത്യമായി വ്യക്തമാക്കി. രണ്ടാമത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറം ജില്ല എന്നത് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയാണ്. ആ ജില്ല രൂപീകരിക്കുന്നതിന് രാഷ്ട്രീയമായ തീരുമാനമെടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. 67-ലെ EMS സർക്കാരാണ്. ആ സർക്കാർ സ്വീകരിച്ച മലപ്പുറം ജില്ലാ രൂപീകരണത്തിൻ്റെ തുടർച്ചയിൽ ഒരു ജില്ലയോടും ഒരു പ്രദേശത്തോടും പ്രത്യേകമായിട്ടുള്ള വിദ്വേഷമോ ഒരു ജനതയെ ഏതെങ്കിലും നിലയിൽ അപഹസിക്കുകയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന ഉദ്ദേശമോ ലക്ഷ്യമോ കേരളത്തിലെ ഗവൺമെൻറ്റിനില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമില്ല എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിലിനി ഒരു നിലയിലുള്ള സംശയത്തിനും ഇടയില്ല. കേരളത്തിൽ എന്തെങ്കിലും RSSനെ എതിർക്കുകയല്ല, ഇന്ന് ഈ നിമിഷത്തിലും ഇടതുപക്ഷമാണ് RSSനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നത്. അതാണ് ഞാൻ മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ കാര്യം പറഞ്ഞത്.